ഹായ് ഓൾ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? നാളെ ദേവക്കുട്ടന് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് ചെയ്യുന്നതോ നമ്മൾ തലേ ദിവസം. കാരണം എന്താ, കഴിഞ്ഞ ആഴ്ച ആഫ്റ്റർനൂൺ കാരണം എനിക്ക് സാധനം മേടിക്കാൻ പോകാനേ പറ്റിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. തെർമോക്കോളും ബീഡ്സും ഗമ്മും വാങ്ങണമായിരുന്നു, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് വാങ്ങാനായിട്ടുള്ള സമയം കിട്ടാൻ ഞാനത് വെച്ച് അവസാനം തലേ ദിവസമാണ് നമ്മളിതെല്ലാം പോയി വാങ്ങിച്ചത്. എല്ലാവരും അവനവൻ്റെ പാട്ടേ നന്നായിട്ട് ചെയ്തിട്ടുണ്ടേ. ദേവക്കുട്ടൻ കുറച്ച് കളർ ചെയ്യും, അതുകൊണ്ട് കളറിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തു തന്നു. പിന്നെ ഞാനാണെങ്കിലേ അവർ ഒരുപാട് സമയം ലേറ്റാക്കി ഇരുത്തത്തില്ല. പകലൊട്ടും ദേവൂട്ടിന് ഉറങ്ങത്തൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 10 o'clock കഴിയുമ്പോഴത്തേനെ ബെഡിൽ കയറ്റാൻ നോക്കും. എന്നാലേ ഉള്ളൂ രാവിലെ വിളിക്കുമ്പം ക്ഷീണമില്ലാതെ എഴുന്നേറ്റ് വരത്തുള്ളൂ. ഈ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ പഠിച്ചപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട്, പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് വരും. പക്ഷേ എന്നിട്ടും പഠിത്തം തീരുന്നുണ്ടോ? അതുമില്ല. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് 10th ആണ് വലിയ സംഭവമെന്ന്. 10th വരെ പെട്ടെന്നൊന്ന് പാസ്സാകണമെന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 10th കഴിഞ്ഞപ്പോൾ പിന്നെ ഓർത്ത് സംഭവം +2 ആണ്. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നേഴ്സിംഗ് പഠിക്കുന്നതോടെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒന്നുമേ പഠിക്കേണ്ടത്. പക്ഷേ അത് ഭയങ്കര ഒരു തെറ്റാണ്. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കണം. സത്യമായിട്ടൊരവസ്ഥയാണ്, എക്സ്പെഷ്യലി നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും. അതും പോരാത്തതിന് കേരള സിലബസിൽ പഠിച്ച് ഞാനിപ്പോൾ CBSE സിലബസും കൂടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ.